അമല ഗ്യാസ്ട്രോ സെന്റർ പട്ടിക്കാട് ചെമ്പൂത്തുറയിൽ പ്രവർത്തനം ആരംഭിച്ചു. പട്ടിക്കാട് ആരംഭിച്ച അമല ഗ്യാസ്ട്രോ സെന്ററിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ബിഷപ്പ് ജേക്കബ് മാനന്തോടത്ത്, വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കവുങ്കൽ, തൃശൂർ തഹസിൽദാർ ടി ജയശ്രീ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, CIM ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റി തോമസ്, ഗ്യാസ്ട്രോ മേധാവി ഡോക്ടർ സോജൻ ജോർജ്, ഡോക്ടർ റോബർട്ട് പനക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ 9 മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ദീർഘമായിട്ടുള്ളൊരു വർത്തമാനത്തിനില്ല. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേർക്ക് അടിയന്തരമായി താലൂക്ക് സഭയിൽ എത്തിച്ചേരേണ്ടതാണ്, തഹസിൽദാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും. ബാക്കി എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികളുടെ നടുവിലാണ്. അമല യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു അനുഗ്രഹമാണ്. നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അമല ഗബ്രിയേൽ അച്ഛൻ സ്ഥാപിച്ച ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അർബുദത്തിൻ്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും ചികിത്സയും നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് തൃശ്ശൂർ മാത്രമല്ല കേരളം ആകെ അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയും മെഡിക്കൽ കോളേജുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഗബ്രിയേൽ അച്ഛൻ ഞങ്ങളൊക്കെ ജനിച്ച കാലത്ത് ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമലയിൽ അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാനുള്ള എല്ലാ പിന്തുണയും കൊടുക്കുകയും ഒരുപക്ഷെ അന്ന് ഈ കേരളത്തിൽ സാധ്യമല്ലാതിരുന്ന നമ്മുടെ അർബുദ പരിശോധനയ്ക്കും പരീക്ഷണത്തിനും വേണ്ടി തൃശ്ശൂരിൽ തന്നെ മഹനീയമായൊരു സ്ഥാപനം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ C. അച്യുതമേനോനാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ മറ്റൊരു തരത്തിൽ ഗബ്രിയേൽ അച്ഛന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത് സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഒരു ഗവൺമെൻറ് തന്നെ CMI സഭയുടെ നേതൃത്വത്തിലുള്ള ഇത്തരമൊരു സ്ഥാപനം സാധാരണക്കാരായ മനുഷ്യരുടെ ഏറ്റവും പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ളൊരു കേന്ദ്രമായിട്ട് മാറും എന്ന വിശ്വാസത്തോടു കൂടി അങ്ങനെ ഒരു പരിശ്രമത്തിന് നേതൃത്വം നൽകിയത്. ഇവിടെ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ വാക്കും പ്രവൃത്തിയും നേരത്തെ ഡോക്ടർ സോജൻ ജോർജ് പറഞ്ഞതുപോലെ അമലയുടെ തിരക്കിലേക്ക് ആളുകളെ കൂട്ടാനുള്ള ഒരു റിക്രൂട്ടിംഗ് സെൻറ്റർ എന്നതിനേക്കാൾ അപ്പുറത്ത് അമല തൃശ്ശൂർ നഗരത്തിൻ്റെ നിരവധി തിരക്കുകളുടെ നടുവിൽപ്പെടുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ ചിറകുകൾ കൂടുതൽ അകലങ്ങളിലേക്ക് വീശി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും അതിൻ്റെ കാരുണ്യവും സ്നേഹവും കരുതലും എത്തിക്കുക എന്ന ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇതിനെ കാണണം. യഥാർത്ഥത്തിൽ ജൂലിയസ് അച്ഛൻ മനന്തോട്ടത്ത് പിതാവിന് നല്ല വർക്കത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഈ ആശുപത്രിയിലേക്ക് ഇങ്ങനെ നിറച്ച് ആൾ വരണം എന്നല്ല സത്യത്തിൽ ആഗ്രഹം. പക്ഷേ ഈ പ്രദേശത്ത് ഇതൊരു അനുഗ്രഹമാണ്. വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന വിധത്തിൽ ഗാസ്ട്രോയുടെ വിവിധ തലങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലോ നമ്മുടെ സമീപ പ്രദേശത്തോ ഏറ്റവും ശ്രദ്ധേയമായി ആ ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഡോക്ടർ സോജൻ ജോർജിൻ്റെ നേരിട്ടിട്ടുള്ള നിയന്ത്രണത്തിൽ അമലയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടീം അവർ ആഴ്ചയിൽ 2 ദിവസമോ ആഴ്ചയിൽ 3 ദിവസമോ ഒക്കെ സമയമെടുത്ത് ഇവിടെ വന്ന് നേരിട്ട് രോഗികളെ കണ്ട് ഒരുപക്ഷെ നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രോഗനിർണയം പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നൊരു ഘടകമായതുകൊണ്ട് ഇവിടെ വന്നത് പരീക്ഷിക്കാൻ പറ്റാത്തവരെ കൂടി ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും കുറഞ്ഞ ചെലവിൽ, ഏറ്റവും നല്ല സ്നേഹത്തിൽ, ഏറ്റവും നല്ല കരുതലിൽ അമല നൽകുന്ന എന്തെല്ലാം ക്വാളിറ്റികളുണ്ടോ അതിൻ്റെ അർത്ഥത്തിലും അളവിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നൊരു കേന്ദ്രം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കുകയല്ല, നമ്മൾ അഭിമാനം കൊള്ളിക്കുകയാണ്, നമുക്ക് സഹായകരമായി നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ നാട്ടിൽ പല വിധത്തിലുള്ള രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന കാലത്ത് ഒരു അനുഗ്രഹമായി മാറും എന്നു തന്നെയാണ് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. അമല മെഡിക്കൽ കോളേജ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന വിശാലമായിട്ടുള്ള നാമധേയത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനം എല്ലാ കാലത്തും നമ്മുടെ തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും തണൽ സ്പർശമുള്ള ചില തണുപ്പുണ്ട്. പലപ്പോഴും അത് ഉദ്ഘാടനം ചെയ്യാനും അത് വിതരണം ചെയ്യാനും അമലയിലേക്ക് എത്തിച്ചേരുമ്പോൾ
അമലയുടെ ഓരോ വാർഷികത്തിലും ഓരോ പുതിയ കെട്ടിടം പണിയുക എന്നതിനേക്കാൾ ഉപരിയായി ഒരു സെറ്റ് രോഗികളെ ജീവിതകാലം മുഴുവൻ ചികിത്സിക്കാനുള്ള സൗജന്യമായിട്ടുള്ള ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ജൂലിയസ് അച്ഛനും ഡെൽജോ അച്ഛനും ഒക്കെ കൂടി പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു നന്മയുണ്ട്. അത് ചെറിയ കാര്യമല്ല. ആശുപത്രികൾ കച്ചവട സ്ഥാപനങ്ങളാകുന്നുവോ എന്ന പൊതുവായിട്ടുള്ള പേടി പൊതുസമൂഹത്തിനകത്തുണ്ട്. അതിനേക്കാൾ കൂടുതൽ വിവരിക്കാനും ശ്രമിക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഉണ്ടാവുക. സത്യം ചെരുപ്പിട്ട് വരുന്നതിന് മുമ്പ് അസത്യം ലോകത്ത് പ്രചരിപ്പിക്കും എന്ന് പറയുന്നത് പോലെ ദുരന്തമുണ്ടായാൽ പോലും അതിൽ കൈയിട്ട് വാരി ലാഭമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിധത്തിൽ ചെറുതെങ്കിലും മാനസികാവസ്ഥയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊരു സ്പെഷ്യാലിറ്റി ആശുപത്രി കൂടി സ്ഥാപിക്കാൻ പറ്റിയാൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പക്ഷേ അതത്ര എളുപ്പമല്ല. എങ്കിലും അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നടക്കുന്ന കാലത്ത് ദുരന്തത്തിൽപ്പെട്ടവനെ എങ്ങനെ സഹായിക്കാം എന്നല്ല, അവനെ ഏതെല്ലാം വിധത്തിൽ പേടിപ്പെടുത്താം എന്ന് ഒരു മനോരോഗം പോലെ ഒരു രോഗമായി പടർന്നു വരുന്നൊരു കാലത്ത് പല വിധത്തിലുള്ള കഥകൾ നാട്ടിൽ പ്രചരിപ്പിക്കാം. പക്ഷെ അമല ആ കഥകളിലൊന്നും ഞങ്ങളെപ്പോലെ ചെവിടു കൊടുക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെ ധീരോദാത്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വിപുലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയ്ക്കാണ് ഇടം കാണുന്നത് എന്നാണ് ഈ സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അമലയുമായി ഹൃദയബന്ധമുള്ള അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഈ വേദിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വീട്ടിൽ അംഗങ്ങളെ പോലെ കൂട്ടുകാരെ പോലെ ഓരോരുത്തരുടെയും ബയോഡാറ്റയും കയ്യിലുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അമലയുമായിട്ടുള്ള അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ജൂലിയസ് അച്ഛനോട് ആശുപത്രി കാണുമ്പോഴൊക്കെ പറയാറുണ്ട്, പിതാവേ, പുലർച്ചെ 4 മണിക്ക് പോയി സുഖത്തിന് ഗീവർ സക്രിയ ഡോക്ടർക്ക് ടിക്കറ്റ് എടുക്കാൻ നിന്ന പഴയൊരു കോളേജ് വിദ്യാർത്ഥിയാണ് ഞാൻ. അമലയുടെ ആരംഭിച്ച ദീർഘകാലം അത് തുടരേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമല ഞാനൊരു കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ആ അമല എന്ന കുടുംബത്തിൽ രോഗിയായി ചെന്ന് ചേരേണ്ട ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണെങ്കിൽ പോലും അമല ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിതമായ ജീവിതത്തോടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിശീരച്ചൻ്റെ കാലം മുതൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ആ വിധത്തിൽ കാണാനും നേരിട്ട് അനുഭവിക്കാനും അതിൻ്റെ തണലും തലോടലും ഏറ്റുവാങ്ങാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എല്ലാ നന്മകളും ഈ സ്ഥാപനത്തിനുണ്ടാകട്ടെ. ജൂലിയസ് അച്ഛൻ്റെ മനസ്സുപോലെ വളരെ വിശാലമായി ഈ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. കച്ചവടത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ നോക്കുകയായിരുന്നു, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സ്ഥാപനം പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഇപ്പോൾ അമലയെപ്പോലെ ഹൃദയത്തിലും മണ്ണിലും ദൈവസ്പർശം കരുതലോടെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് കൊടുത്തത് എന്തായാലും ഒരു നല്ല കാര്യമായി, നാടിന് ഗുണകരമായ ഒരു കാര്യമായിട്ട് മാറി. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവരോടും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.